വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി സർവീസിൽ കയറുന്ന ജീവനക്കാർക്ക്, പ്രത്യേകിച്ച് സ്പാർക്ക്, ബിംസ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർക്കും DDOമാർക്കും പ്രയോജനപ്രദമായ ചില വീഡിയോകളാണ് വർക്കിംഗ് ക്ലാസ് കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി ചെയ്തു വരുന്നത്. അതിന്റെ തുടർച്ചയായാണ് പുതുതായി സർവീസിൽ കയറുന്ന ജീവനക്കാരെ എങ്ങനെ GPFൽ ജോയിൻ ചെയ്യിക്കാം എന്ന് വിശദമാക്കുന്ന ഈ വീഡിയോ. തുടർന്ന് വരുന്ന വീഡിയോകളിൽ ജീവനക്കാരെ NPS, SLI, GIS തുടങ്ങിയ മാൻഡേറ്ററി ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷനുകളിൽ എങ്ങനെ എൻറോൾ ചെയ്യിക്കാമെന്ന് നമുക്ക് പഠിക്കാം. ആ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പരമാവധി ആൾക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് നേരെ നമ്മുടെ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. സ്പാർക്കിൽ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ സാലറി മാറ്റേഴ്സിൽ പ്രോവിഡന്റ് ഫണ്ട്, അവിടെ GPF ന്യൂ അഡ്മിഷൻ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഇവിടെ നമുക്കറിയാം ഏതൊക്കെ ജീവനക്കാരുടെ ആണോ GPF ഇനി എടുക്കാനുള്ളത് അവരുടെ പേരായിരിക്കും ഇവിടെ തെളിഞ്ഞു വരിക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്, ഒരാളെ ജോയിൻ ചെയ്യിക്കുമ്പോൾ അവരുടെ പ്രസന്റ് സർവീസ് ഡീറ്റെയിൽസിന്റെ ആ ഒരു പോർഷനിൽ ഒരു കാരണവശാലും പ്രോവിഡന്റ് ഫണ്ട് എന്നുള്ളിടത്ത് ഒന്നും സെലക്ട് ചെയ്യാൻ പാടില്ല. അത് സെലക്ട് എന്ന് തന്നെ ഇട്ടേക്കുക. എങ്കിൽ മാത്രമേ ഇവിടെ ആരുടെയൊക്കെയാണോ പുതിയ അഡ്മിഷൻ എടുക്കാനുള്ളത് അവരുടെ പേരുകൾ സെലക്ഷന് വേണ്ടി വരികയുള്ളൂ. ഞാനിവിടെ സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ PF എടുക്കാനുള്ള 4 ജീവനക്കാരുണ്ട്. ഈ 4 ജീവനക്കാരുടെയും പേര്, പെൻ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഒരു എംപ്ലോയിയെ നമ്മൾ ആദ്യം ജോയിൻ ചെയ്യിക്കാൻ പോവാണ്. നമ്മൾ ആ എംപ്ലോയിയുടെ പേരിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പറയും പ്ലീസ് ലോക്ക് ദ എംപ്ലോയി ഡേറ്റ ആൻഡ് ട്രൈ അഗൈൻ. ഏതെങ്കിലും കാരണവശാൽ ആ എംപ്ലോയിയെ നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം പ്രസന്റ് സർവീസ് ഡീറ്റെയിൽസ് ഒക്കെ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്കത് ലോക്ക് ചെയ്തിരിക്കാൻ പറ്റില്ല, അൺലോക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോവിഡന്റ് ഫണ്ടിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അവരെ ലോക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ കൊടുക്കുന്നു. അഡ്മിനിസ്ട്രേഷൻ ചെല്ലുന്നു. ഇവിടെ ലോക്ക് എംപ്ലോയി റിക്കോർഡ് എടുക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യുന്നു. ഓഫീസ് സെലക്ട് ചെയ്തു. ഇവിടെ എംപ്ലോയിയുടെ പേര് സെലക്ട് ചെയ്യുക. നമ്മൾ ലോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എംപ്ലോയിയുടെ പേര് ഇവിടെ ഉണ്ട്. ആ എംപ്ലോയിയെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പല കോളംസും ഇവിടെ അൺലോക്ക് ആയി കിടക്കുകയാണ്. അതെല്ലാം നമ്മൾ ലോക്ക് ചെയ്യുന്നു. ടിക്ക് ചെയ്തു, ടിക്ക് ചെയ്തു, ടിക്ക് ചെയ്തു. ഇത്രയുമായിരുന്നു ഇവിടെ അൺലോക്ക് ആയി കിടന്നത്. അത് നമ്മൾ ലോക്ക് ചെയ്യുകയാണ്. ലോക്ക് ഡേറ്റ കൊടുക്കുന്നു. സക്സസ്ഫുള്ളി ലോക്ക് ദ സെലക്ടഡ് ഐറ്റംസ്. സാലറി മാറ്റേഴ്സിൽ പ്രോവിഡന്റ് ഫണ്ട്, GPF ന്യൂ അഡ്മിഷൻ ആപ്ലിക്കേഷൻ, പഴയ പോലെ 4 എംപ്ലോയീസ് വന്നിട്ടുണ്ട്. നമ്മൾ ലോക്ക് ചെയ്ത എംപ്ലോയിയെ സെലക്ട് ചെയ്യുന്നു. ആ എംപ്ലോയിയുടെ പ്രൈമറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. പേര് വന്നിട്ടുണ്ട്. അതിനുശേഷം വേണ്ടുന്ന അത്യാവശ്യം നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ വന്നിട്ടുണ്ട്. താഴേക്ക് പോകുന്നു. ഇവിടെ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് നമ്മൾ ആ ജീവനക്കാരനോട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹം എത്ര രൂപ അടയ്ക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത്. നമുക്കറിയാം 6% മിനിമം അടയ്ക്കേണ്ടത്. എന്തിന്റെ? ബേസിക് പേയുടെ 6% മിനിമം അടച്ചിരിക്കണം. അത് നിർബന്ധമാണ്. മാക്സിമം നമ്മുടെ ബേസിക് പേ എത്രയാണോ അത്രയും തുക നമുക്ക് അടയ്ക്കാം. അതായത് DA ഒന്നും ചേർത്തുള്ള തുകയല്ല, ബേസിക് പേ മാത്രം. അത് നമുക്ക് മാക്സിമം തുകയും അടയ്ക്കാം. ഇവിടെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം 5000 രൂപയാണ് അടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. 5000 രൂപ ഓരോ മാസവും ശമ്പളത്തിൽ നിന്നും പിടിക്കും. അതിനുശേഷം സർവീസ് ടൈപ്പ് നമ്മൾ ഒഫീഷ്യേറ്റിംഗ് സെലക്ട് ചെയ്യുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് പിന്നീട് പറഞ്ഞു തരാം. അടുത്തത് സബ്സ്ക്രൈബർ ടു എനി അതർ പ്രോവിഡന്റ് ഫണ്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നെയിം ഓഫ് ഫണ്ട് എഴുതുക. നമുക്കിവിടെ ഒന്നുമില്ലാത്തത് കൊണ്ട് അവിടെ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. അടുത്തത് ഇഫ് യെസ് ആണെങ്കിൽ പ്രാൺ നമ്പർ, പെർമനന്റ് റിട്ടയർമെന്റ് അക്കൗണ്ട് നമ്പർ, അതായത് പ്രാൺ നമ്പർ കൊടുക്കണമെന്നാണ്. പക്ഷേ നമുക്ക് ഇതുവരെയും പ്രാൺ നമ്പർ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അതവിടെ ലീവ് ചെയ്യുക. ഏത് മാസം മുതൽ ഇത് സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നവംബറിലാണ് ഒരു പകുതിയോളമായി നമ്മൾ അഡ്മിഷന് കൊടുത്തിട്ട്. അപ്പോൾ ഡിസംബറിന് മുമ്പ് ഒരുപക്ഷെ അത് ശരിയായി വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമ്മൾ ജനുവരി കൊടുക്കുകയാണ്. ജനുവരി
2024 മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നോമിനേഷൻ എൻക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. തീർച്ചയായും നമ്മൾ നോമിനേഷൻ എൻക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മൾ എസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഡിക്ലറേഷൻ ഉണ്ട്. ആ ഡിക്ലറേഷൻ ടിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ നോമിനിയുടെ വിവരങ്ങളാണ് ഇവിടെ എൻട്രി ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് സേവ് ചെയ്യാം. നോമിനിയുടെ പേര് നമ്മൾ എൻട്രി ചെയ്യുന്നു. നോമിനിയുടെ അഡ്രസ്സ് അത് ഒരു ലൈനിൽ തന്നെ ടൈപ്പ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. അഡ്രസ്സ് ടൈപ്പ് ചെയ്തു. റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ചിൽഡ്രൻ ആണെങ്കിൽ അവരുടെ പേരും വയ്ക്കാം. ഏജ് നോമിനിയുടെയാണ്. എത്ര പെർസെൻറ്റേജ് ആണ്? നമ്മളിവിടെ 100% തന്നെ കൊടുക്കുന്നു. ഇൻവാലിഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നോമിനിയെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളവിടെ എഴുതുന്നു ആസ് ആൻഡ് വെൻ ഫ്രഷ് നോമിനേഷൻ സബ്മിറ്റഡ്. ഇതാണ് അവിടെ എഴുതുന്നത്. അതിനുശേഷം നെയിം ഓഫ് ദ പേഴ്സൺ ടു ഹൂം ദ റൈറ്റ് ഓഫ് ദ നോമിനി ഷാൽ പാസ് ഇൻ ദ ഇവന്റ് ഓഫ് പ്രെഡിസസിങ് ദ സബ്സ്ക്രൈബർ. അപ്പം നോമിനിയുടെ റൈറ്റ് വേറൊരാൾക്ക് കൊടുക്കണം. അഥവാ ഏതെങ്കിലും രീതിയിൽ മരണപ്പെടുകയോ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നോമിനിയുടെ റൈറ്റ് വേറൊരാൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പേര് വയ്ക്കുക. ഒരു കുട്ടിയുടെ പേര് വെച്ചിട്ടുണ്ട്. അഡ്രസ്സാണ് ഇനി കൊടുക്കേണ്ടത്. അഡ്രസ്സ് വീണ്ടും നമ്മൾ ആ പഴയ അഡ്രസ്സ് തന്നെ ഒന്നും കൂടി ടൈപ്പ് ചെയ്യുന്നു. റിലേഷൻഷിപ്പ് സൺ അല്ലെങ്കിൽ ഡോട്ടർ. ഏജ് ഓഫ് ദ പേഴ്സൺ ആ സൺ എത്ര വയസ്സാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇൻസെർട്ട് ചെയ്യാം. ഇൻസെർട്ട് ചെയ്തതിന് ശേഷം ഇപ്പം ഞാനിവിടെ ഇൻസെർട്ട് ചെയ്യുകയാണ്. നോമിനി ഡീറ്റെയിൽസ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ. ഇനി നമുക്ക് ഒരു നോമിനിയെ കൂടി ആഡ് ചെയ്യേണ്ടി വരികയാണെന്ന് വെക്കുക. അതായത് ഇവിടെ 100% നമ്മളിവിടെ 50% വെച്ചത്. ഹസ്ബൻഡിൻ്റെ പേരാണ് വെച്ചത്. എന്നാൽ ഒരു 50% നമ്മുടെ മാതാവിന് അല്ലെങ്കിൽ പിതാവിന് ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിവിടെ നോമിനിയെ ആഡ് ചെയ്യാം. ഇവിടെ ഒരു നോമിനിയെ കൂടി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കോളം കണ്ടല്ലോ, ഈ ഒരു കോളത്തിൽ 1, 2 ബാക്കി ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ 100% ആവാൻ പാടില്ല. 50 ആണെങ്കിൽ ഇവിടെ 50, ഇവിടെ 60 ആണെന്നുണ്ടെങ്കിൽ താഴത്തെ കോളത്തിൽ 40 ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടെ ചേരുമ്പോൾ 100% വരണം. അപ്പോൾ അത് ബാക്കി കാര്യങ്ങളെല്ലാം ഇത് തന്നെയാണ്. ഇനി ഒരു മോളെ കൂടി അല്ലെങ്കിൽ ഒരു മോനും കൂടി ഉണ്ടെന്ന് വെക്കുക. അവരാണ് ഇതിൻ്റെ അവകാശി എന്നുണ്ടെങ്കിൽ അവരെ 2 പേരെയും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പേര് കൊടുക്കുക, തൊട്ട് താഴെ അടുത്ത പേര് കൊടുക്കുക. ഇവിടെ ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ ആ 2 പേരുകളും അവിടെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അതുപോലെ എത്ര പേര് വേണമെങ്കിലും നമുക്ക് നോമിനേഷൻ അല്ലെങ്കിൽ നോമിനീസിനെ അല്ലെങ്കിൽ നോമിനീസിൻ്റെ ആബ്സൻസിൽ വേറെ ആരെയെങ്കിലും നമുക്ക് ചേർക്കണമെങ്കിൽ അവരെ ഒക്കെ ചേർക്കാൻ കഴിയും. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. പ്ലീസ് വെരിഫൈ ദ ഡീറ്റെയിൽസ് ബിഫോർ സബ്മിറ്റിംഗ്. ഓക്കെ കൊടുത്തു. അപ്പോൾ ഈ 2 നോമിനീസിനെ നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുകയാണ്. പ്ലീസ് വെരിഫൈ ദ ഡീറ്റെയിൽസ് ബിഫോർ സബ്മിറ്റിംഗ്. നമ്മൾ അവിടെ ഓക്കെ കൊടുത്തു. ആപ്ലിക്കേഷൻ സേവ്ഡ് സക്സസ്ഫുള്ളി. ഓക്കെ കൊടുത്തു. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് വെരിഫൈ ചെയ്യണം. ഇവരുടെ സ്റ്റാറ്റസ് ഒന്ന് കാണണം. ഇവർ ആപ്ലിക്കേഷൻ കൊടുത്തോ ഇല്ലയോ എന്തായി എന്നുള്ള സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വീണ്ടും സെലക്ട് ചെയ്യുക. ആ 4 പേരുടെയും പേരവിടെ വന്നിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ കൊടുത്ത ആളിൻ്റെ പേരൊന്ന് സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ദ എംപ്ലോയി ഹാസ് ഓൾറെഡി സബ്മിറ്റഡ് ദ ആപ്ലിക്കേഷൻ ഫോർ GPF അഡ്മിഷൻ ആൻഡ് ഇറ്റ് ഈസ് പെൻഡിങ് ഫോർ അപ്രൂവൽ എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളത് ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് പോകേണ്ടത് DDOയുടെ ലോഗിനിലേക്കാണ്. DDOയുടെ ലോഗിനിൽ ചെന്നിട്ട് അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ AGയിലേക്ക് പോകും. അതിനുശേഷം AGയിൽ നിന്ന് നമുക്ക് അഡ്മിഷനായി എന്നുള്ള ഓതറൈസേഷൻ ലെറ്റർ നമുക്ക് AGയിൽ നിന്ന് കിട്ടും. അത് എങ്ങനെ കിട്ടും, എവിടെ കിട്ടും എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ എങ്ങനെ നമുക്ക് ഈ ഓതറൈസേഷൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഒരാളെ GPFൽ ജോയിൻ ചെയ്യിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പരമാവധി നമുക്ക് ആ സംശയങ്ങൾ പരിഹരിക്കാൻ കഴിയും. താങ്ക് യു.